പണ്ട് പി ആർ ഡിയുടെ പ്രോഗ്രാംസ് ഒരുപാട് നമ്മളെ ഡൽഹിയിലെ അപ്പന ഉത്സവ്, ഏഷ്യാഡ് തുടങ്ങിയ പരിപാടികൾ ഒരുപാട് ചെയ്യാറുണ്ട്. അത് നവംബർ മാസത്തെ കേരളീയ ഡേ എന്ന് പറയുന്ന ഒരു ഡേ തന്നെ ഉണ്ടായിരുന്നു. അതിലോ എൻ്റെ അക്കാഡമിയുടെ പേരും പറഞ്ഞ് ഒരുപാട് പരിപാടികൾ നടത്താറുണ്ട്. കേരള ഹൗസിലാണ് താമസിച്ചിരുന്നത്. ഇന്ന് അതെല്ലാം മാഞ്ഞുപോയ ഒരു കാലഘട്ടമായിട്ടാണ് തോന്നുന്നത്. കലാകാരന്മാർക്ക് അങ്ങോട്ട് ചെന്ന് റിക്വസ്റ്റ് കൊടുത്ത് കാശ് കൊടുത്ത് പരിപാടി നടത്തേണ്ട ഒരു സ്ഥിതി വരുമ്പോൾ കലയ്ക്ക് എവിടെയാണ് ഉയർച്ചയുണ്ടാവുന്നത്? അതേമാതിരി അന്യനാട്ടിൽ നമുക്ക് തരുന്ന ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന പരിപാടികൾ ആസ്വദിക്കാനുള്ള ഒരു മനസ്സ് ഇപ്പോൾ കേന്ദ്ര സംഗീത നാടക അക്കാദമി നമുക്ക് പരിപാടികൾ തരാറുണ്ട്. അപ്പോൾ അവർ ചിലവാക്കുന്ന കാശുകൾ, അവർ നമുക്ക് തരുന്ന റൂംസ്, അവർ തരുന്ന എൻകറേജ്മെൻറ്റ്സ്, അതൊന്നും നമ്മുടെ കേരളത്തിലില്ല. ഇപ്പം നമുക്ക് തന്നെ കേരളശ്രീ അവാർഡ് കിട്ടി എങ്കിൽ എന്തെങ്കിലും അതിനൊരു പ്രതിവിധി, നമ്മളൊരു ട്രെയിൻ കയറുമ്പോൾ നമുക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്താൽ, നമ്മളിങ്ങനെ അവാർഡ് വാങ്ങിയ ഒരാളാണ് എന്ന് കൊടുത്താൽ ടിക്കറ്റിന് എന്തെങ്കിലും ഒരു മാറ്റമോ അത് എന്തെങ്കിലും നമുക്ക് അതിനൊരു പ്രോത്സാഹനമോ തരാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് കാണിക്കാത്തതാണ് നമ്മൾ കാണുന്നത്. അവാർഡുകൾ മാത്രമല്ല, ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ അവർക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ പോവാം, ഹാഫ് ടിക്കറ്റ് കൊടുത്ത് ഫ്ലൈറ്റിൽ പോവാം, അല്ലെങ്കിൽ ഈ ഒരു കാർഡ് കാണിച്ചാൽ ഹോട്ടലിൽ പകുതി ചാർജ് കൊടുത്താൽ മതി. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഹോസ്പിറ്റലുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ അവാർഡുകൾ കിട്ടിയവർക്ക് കിട്ടുന്നതുണ്ട്. പിന്നെ 40,000 രൂപ 60 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഓരോ ആർട്ടിസ്റ്റിനും പുറം രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ കേരളത്തിൽ മാത്രമല്ല പറയണത്. അവിടെ ഇന്ത്യയിലത്തെ കാര്യമാണ് പറയുന്നത്. അവിടെയും കൂടി കലാകാരന്മാരെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട ഇൻസ്റ്റിറ്റ്യൂഷനുള്ള കാശ് കൊടുക്കുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻ പണിയാനുള്ള സ്ഥലം കൊടുക്കുന്നു, അതിനുവേണ്ട സ്ഥാപനത്തിൽ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കുള്ള ശമ്പളം കൊടുക്കണം. അങ്ങനെ ഒട്ടനവധി പ്രയോജനങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മളൊരു പരിപാടി നടത്തുന്നതിന് ഹാളിനും കൂടി കാശ് കൊടുക്കണം. ഹാളിന് കാശ് കൊടുക്കണം, മൈക്ക് നമ്മൾ തന്നെ കൊണ്ടുപോകണം, ലൈറ്റ് നമ്മൾ കൊണ്ടുപോകണം, പിന്നെ ആ ഓഡിയൻസ് വരണമെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്യണം. അങ്ങനെയുള്ള കാലഘട്ടമാണ്. കലാകാരന്മാർ അങ്ങേയറ്റം ദാരിദ്ര്യയിലും, പിന്നെ അവശകലാകാരന്മാരെന്നൊരു വേട്, അത് തെറ്റാണ്. ഒരിക്കലും അവശകന്മാരാവില്ല. അവരെപ്പോഴും കലാകാരന്മാർ മുന്നോട്ട് തന്നെ നിൽക്കുന്നത്. അവർക്ക് ആരോഗ്യമുള്ള കാലം വരെ അവർ തീർച്ചയായിട്ടും അവശരല്ല. അവർ ഉപജീവന മാർഗം നേടും. പക്ഷെ അവർ പുറത്ത് വരുമ്പോൾ ബ്രേസ്ലെറ്റിട്ടിട്ടും പട്ടുസാരി ഉടുത്തിട്ടും ഒക്കെ കാണുമ്പോൾ അവരെന്തോ വലിയ സ്ഥിതിയിലാണ് അല്ല. അവരെ നേരിട്ട് പോയി അന്വേഷിക്കുമ്പോഴാണ് അവർക്ക് കുടുംബമോ അവർക്ക് ഒരു കട്ടിലോ ഒരു വീടോ അല്ലെങ്കിൽ ഒരു താമസ സ്ഥലമോ ഒന്നുമില്ല. അതായത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ക്ലാസ് എടുക്കത്തക്ക രീതിയിൽ വലിയ വലിയ സ്ഥാപനങ്ങൾ പണിതിട്ടാൽ ചെറിയൊരു വാടക ഇനത്തിൽ അവർക്ക് അവിടെ ക്ലാസ് എടുക്കാനും പരിപാടി നടത്താൻ ഒരു സ്റ്റേജും കൊടുത്താൽ അവർക്ക് അരങ്ങേറ്റം നടത്താം. അല്ലെങ്കിൽ അവരെ പരിപാടികൾ കൊല്ലത്തിലൊരിക്കൽ നടത്തുന്ന വാർഷികാഘോഷങ്ങൾ നടത്താം. അവർക്ക് എന്തെങ്കിലും സമ്പാദിക്കാനുള്ളൊരു കഴിവ് ഉണ്ടാവാം. ഗവൺമെൻറ്റും മുന്നോട്ട് വരണം, കലാകാരന്മാരെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് കരുവേപ്പില പറയണം. നമ്മളെ ഭക്ഷണത്തിനും എല്ലാത്തിനും കരുവേപ്പില ഇടും, അത് കഴിഞ്ഞ് എടുത്ത് കളയും എന്ന പോലെ എല്ലാ പരിപാടിക്കും കലാകാരന്മാരെ അവർ ഗണപതി മുതൽ മംഗളം വരെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ വിളിക്കുകയും നമ്മളെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യും. കാര്യം കഴിഞ്ഞാൽ ഒന്നിനും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതല്ല ഇപ്പോൾ കാണുന്നത്. അത് കുറേ പൊതുജനങ്ങളുടെ തകരാറ് കൂടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു.